പ്ലസ് വണ്ണിന്റെ റിസൾട്ട് അങ്ങനെ ഇന്ന് വരും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ അതിന്റെ ബോർഡ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇന്ന് വൈകിട്ട് 3:30 ആവുമ്പോഴാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം. കാരണം സ്കൂളിൽ നിന്നും ഇപ്പൊ നമുക്ക് ആ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് ഇത് റിസൾട്ട് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ വിടുന്ന സ്കൂളിലാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് അറിഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോവുക, വീട്ടിൽ വരിക, വീട്ടിൽ വന്ന ശേഷം സമാധാനമായിട്ട് നോക്കുക. കാരണം ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും മാറത്തില്ലല്ലോ. അപ്പൊ ഉടനെ നോക്കിയെങ്കിലേ അല്ലെങ്കിൽ ആ ടൈമിൽ നോക്കിയെങ്കിലേ ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ സമാധാനമായിട്ടിരുന്ന് നോക്കുക. പിന്നെ റിസൾട്ട് വന്ന ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന് പഠിക്കണോ, ഏതൊക്കെ രീതിയിൽ കൂടെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്ട്സിന് മാർക്ക് കുറഞ്ഞാൽ എഴുതണം. കാരണം പ്ലസ് ടുവിനെ ബാധിക്കാതെ വേണമല്ലോ നമുക്ക് ഇവനെ കൈകാര്യം ചെയ്യാൻ. കാരണം പ്ലസ് ടു നമ്മുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അതുകൊണ്ട് പ്ലസ് വണ്ണിന്റെ മാർക്ക് കൂട്ടുന്നത് നമുക്ക് പെർസെന്റേജ് കൂട്ടും ഓവറോൾ. പക്ഷെ പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രമായിട്ട് നോക്കിയാണ് നമുക്ക് അടുത്ത കോഴ്സിനൊക്കെ പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് മാർക്ക് ഏതൊക്കെ സബ്ജക്റ്റിന് വേണ്ടതെന്ന് അറിഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ ബേസ് ചെയ്ത് ഏതൊക്കെ കൂട്ടി എടുക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളോട് എത്തിച്ചിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ വേണ്ടവരെ ഇതാണ് നമ്മുടെ ലിങ്കുകൾ 2 ഉണ്ട്. ഈ 2 ലിങ്കുകളിൽ ഏതെങ്കിലും results.hsc.kerala.gov.in, രണ്ടാമത്തേത് hscportal.kerala.gov.in, ഈ 2 ലിങ്കുകൾ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം. പിന്നെ മറ്റുള്ള കാര്യങ്ങളല്ല. ഈ വർഷത്തെ റിസൾട്ടിന്റെ ഏറ്റവും എന്ന നോട്ടത്തില് ഒരു ചെറിയ പ്രഡിക്ഷൻ പറയാനുള്ളത് 3 സബ്ജക്ട്സുകളെ കുറിച്ച് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ബയോളജി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കുറയാനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ കൂടെ മാത്സിനാണ്. അത് നമ്മുടെ പ്ലസ് ടുക്കാര് തെളിയിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ. എക്സാം ടഫായിരുന്നു, അതിനനുസരിച്ച് കുട്ടികൾ ഫെയിൽ ആവുകയും ചെയ്തായിരുന്നു പ്ലസ് ടുവില്. പക്ഷെ പ്ലസ് വണ്ണില് ഫെയിൽ ആവുകയില്ല എന്നുള്ളതല്ല, മാർക്ക് കുറയാൻ നന്നായിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻ അത്രയ്ക്കുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. 2, നമ്മുടെ മാർക്ക് ഇടുന്നതിന് മീൻസ് നിങ്ങൾക്ക് പിന്നെ ഇത്തിരിയുടെ ഒരു റിലാക്സേഷൻ ഉണ്ട്. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ മാത്സിന് ക്വസ്റ്റ്യൻ ടഫായതിന്റെ പേരിൽ നമുക്ക് ഇച്ചിരി മാർക്കൊക്കെ നിങ്ങൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിന് തന്നു പോകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ കീ എന്നൊക്കെ നമുക്ക് കണ്ട് നോക്കിയപ്പോൾ മനസ്സിലായതാണ്. പിന്നെ അതെല്ലാം നമുക്ക് ഇന്ന് നേരിട്ട് കാണാമല്ലോ. ഇനിയിപ്പോൾ കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം നിങ്ങളോട് എത്തിച്ചിരിക്കും. അപ്പൊ എല്ലാവരും റിസൾട്ട് നോക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.